ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് മുട്ടയും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 2 പഴം എടുത്തിട്ടുണ്ട്. പഴം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്നാക്സ് റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്ത പഴം തന്നെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്തോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പഴം നല്ലതുപോലെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പഴമൊക്കെ നമ്മൾ ഇതുപോലെ മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിലേക്ക് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ചിട്ട് നമ്മുടെ പഴം നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. നല്ലതുപോലെ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലാണ് നമ്മൾ നമ്മുടെ പഴം വാട്ടിയെടുക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നെയ്യ് നല്ലതുപോലെ തന്നെ മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഴവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3-4 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. നല്ലതുപോലെ വാട്ടിയെടുക്കണ്ട. അപ്പോൾ നമ്മുടെ പഴം ഇതുപോലെ അങ്ങ് കട്ട പിടിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു 2-3-4 മിനിറ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമുക്കങ്ങ് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ പഴം ഉടഞ്ഞു പോവാതെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴം ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പഴം ഉടഞ്ഞിട്ട് പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാനിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. നമ്മൾ തണുത്തതിന് ശേഷമാണ് നമ്മുടെ സ്നാക്സിലേക്ക് നമ്മൾ ഈ പഴം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പഴം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനിതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഞാൻ 3 മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മുട്ട കേടുണ്ടെങ്കിൽ നമ്മൾ ആ മൊത്തത്തിലുള്ള മുട്ട ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടാണ് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര. ഞാനിപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് പൊടിച്ച പഞ്ചസാര ഉള്ളത് കൊണ്ടാണ് ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാതെയും നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. 2 സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ചേരുവകളെല്ലാം കൂടെ മിക്സിയിലെ ജാറിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുത്താലും മതി. ഇതുപോലെ ബൗളിലിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട്
അങ്ങനെ വേണമെങ്കിലും അടിച്ചെടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പഴം വാട്ടിയത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടോടുക്കനെ ചേർത്ത് കൊടുക്കരുത്. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പഴം വാട്ടി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ പാച്ചിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ ലെവലാക്കിയിട്ട് അങ്ങ് പരത്തി കൊടുക്കാം. നമ്മുടെ പഴം ഇതുപോലെ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മുടെ പഴത്തിൻ്റെ ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ തീ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒരേ ലെവലായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ നെയ്യിൽ വാട്ടി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ബാറ്റർ ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ടും അടിയിലേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലൂടെ ഇതുപോലെ അങ്ങോട്ട് കൊടുത്താൽ മതി. നമ്മൾ നെയ്യിൽ വാട്ടിയെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വാട്ടി വെച്ചിട്ടുള്ളത് മുഴുവനായിട്ടും നമുക്കിതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമ്മൾ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. നമ്മുടെ സ്നാക്സ് കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തന്നെ ഇത് റെഡിയായിട്ട് വരും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് കുക്ക് കഴിക്കണോ ഇല്ലേ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചിട്ട് കരിഞ്ഞിട്ട് വരും. അപ്പോൾ ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തീ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ സിമ്മിലിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. സൈഡൊക്കെ വിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. വെന്തിട്ടുണ്ട്, പക്ഷെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ നമുക്കിത് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്കിത് വെന്തിട്ടില്ല എന്ന് തോന്നും മുകൾ ഭാഗം. അപ്പോൾ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ചട്ടിയിൽ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടിട്ട് ഇത് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുൻവശം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഇപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഈ ചട്ടിയിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടാണ്. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബനാന പോള, കായ്പോള നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ സ്നാക്സ് ഇതൊക്കെ ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പഴമൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കണ്ടില്ല, പഴത്തിൻ്റെ ഫില്ലിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഫില്ലിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചുകൊണ്ട് നല്ല ചൂടാണ്, കൈ പിടിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.